ഹലോ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭമുണ്ടാക്കാൻ നമ്മൾ എന്തു ചെയ്യണം? കുറഞ്ഞ വിലയ്ക്ക് ഓഹരി വാങ്ങുക, എന്നിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുക. ഇതാണ് നമ്മൾ കേട്ടുപഴകിയ കാര്യം. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വലിയ സമ്പത്തുണ്ടാക്കിയവരെല്ലാം സ്റ്റോക്കുകൾ വാങ്ങി കൈവശം വെച്ചവരാണ്. ബൈ ആൻഡ് ഹോൾഡ്. അതായത് അവർ വാങ്ങിയ ഓഹരികൾ വിറ്റിട്ടേയില്ല. നിങ്ങൾ ചോദിച്ചേക്കാം, ഓഹരി വിറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ ലാഭം കിട്ടും? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിൽ നിന്ന് എങ്ങനെയാണ് സമ്പത്തുണ്ടാകുന്നതെന്നും ഞാൻ ലളിതമായി പറഞ്ഞുതരാം. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ നന്നായി ഗവേഷണം നടത്തി ഭാവിയിൽ വളരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയിൽ 1,00,000 രൂപ നിക്ഷേപിച്ചു എന്ന് കരുതുക. 10-15 വർഷം കഴിയുമ്പോൾ ആ കമ്പനി 50 മടങ്ങ് വളരുന്നു. അപ്പോൾ നിങ്ങളുടെ നിക്ഷേപം 50 ലക്ഷം രൂപയാകും. ഇതുപോലെയുള്ള 2-3 കമ്പനികൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സമ്പത്തുണ്ടാക്കാം. പിന്നീട് ആ കമ്പനി നൽകുന്ന 1-2% ഡിവിഡന്റ് ലാഭവിഹിതം പോലും നിങ്ങളുടെ ആദ്യത്തെ നിക്ഷേപത്തുകയേക്കാൾ കൂടുതലായിരിക്കും. ഭാവിയിൽ നിങ്ങൾക്ക് പണം ആവശ്യമായി വന്നാൽ കുറച്ച് ഓഹരികൾ വിൽക്കാം. എന്നാൽ നല്ല കമ്പനികൾ കോമ്പൗണ്ടിംഗ് വഴി വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മുഴുവൻ ഓഹരികളും വിൽക്കേണ്ട ആവശ്യം വരില്ല. ഫിലിപ്പ് ഫിഷർ ഇതിനെ അൺകോമൺ പ്രോഫിറ്റ്സ് ഫ്രം കോമൺ സ്റ്റോക്സ് എന്ന് വിളിക്കുന്നു. ഫിലിപ്പ് ഫിഷർ പ്രശസ്തനായ ഒരു നിക്ഷേപകനും വാറൻ ബഫറ്റിന്റെ ഗുരുവുമാണ്. അദ്ദേഹം 1954 മോട്ടറോള കമ്പനിയിൽ നിക്ഷേപിച്ചു. 2004 മരിക്കുന്നതുവരെ അദ്ദേഹം ആ ഓഹരികൾ വിറ്റില്ല. അതിന്റെ ഡിവിഡന്റ് വരുമാനം കൊണ്ടുതന്നെ അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാമായിരുന്നു. ആപ്പിളിന്റെ കാര്യം നോക്കൂ. കഴിഞ്ഞ 15 വർഷം കൊണ്ട് 50 മടങ്ങാണ് വളർന്നത്. ആമസോൺ 850 മടങ്ങ് വളർന്നു. നെറ്റ്ഫ്ലിക്സ് 120 മടങ്ങ് വളർന്നു. ഫിലിപ്പ് ഫിഷർ പറയുന്നതിതാണ്, ചെറിയ ലാഭമുണ്ടാക്കാൻ വേണ്ടി ഞാൻ സമയം കളയുന്നില്ല. എനിക്ക് വേണ്ടത് വലിയ ലാഭമാണ്. അതിനുവേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് നോക്കാം. പാഠം 1. അമിതമായ ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ട, ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. എല്ലാ മുട്ടകളും ഒരൊറ്റ കുട്ടയിൽ ഇടരുത് എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഫിലിപ്പ് ഫിഷർ പറയുന്നത് മുട്ടകളെല്ലാം ഒരൊറ്റ കുട്ടയിലിടുക, എന്നിട്ട് ആ കുട്ടയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നാണ്. ഇതിനർത്ഥം ഒരൊറ്റ സ്റ്റോക്ക് മാത്രം വാങ്ങണം എന്നല്ല, മറിച്ച് വളരാൻ സാധ്യതയുള്ള വളരെ കുറച്ച് കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുക എന്നാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് കമ്പനികൾ മാത്രമേയുള്ളൂ എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ബുദ്ധിമാനായ ഒരു നിക്ഷേപകനാണ് എന്നാണ്. അറിവില്ലാത്തവരാണ് പേടി കാരണം ധാരാളം കമ്പനികളിൽ നിക്ഷേപിക്കുന്നത്. OTCS ആണോ ഇൻഫോസിസ് ആണോ നല്ലത് എന്ന് തീരുമാനിക്കാൻ കഴിയാത്തവർ രണ്ടും വാങ്ങും. റിലാക്സോ ആണോ ബാറ്റയാണോ നല്ലത് എന്നറിയാത്തവർ രണ്ടും വാങ്ങും. ഇതിനെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫോമോ എന്ന് പറയുന്നത്. അമിതമായി ഡൈവേഴ്സിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കമ്പനിയിലും വലിയ തുക നിക്ഷേപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ ലാഭവും കിട്ടില്ല. ഫിലിപ്പ് ഫിഷറിന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 60-70% പണവും 5-6 മികച്ച കമ്പനികളിലായിരിക്കണം. പാഠം 2. ശരിയായ കുളത്തിൽ മീൻ പിടിക്കുക, ഫിഷ് ഇൻ ദ റൈറ്റ് പോണ്ട്. നല്ല കമ്പനികളെ എങ്ങനെ കണ്ടെത്താം? ഫിലിപ്പ് ഫിഷർ പറയുന്ന വളർച്ചയുള്ള വ്യവസായങ്ങളിൽ ഇൻഡസ്ട്രീസ് നിക്ഷേപിക്കണം എന്നാണ്. മീൻ ഇല്ലാത്ത കുളത്തിൽ എത്ര ചൂണ്ടയിട്ടിട്ടും കാര്യമില്ലല്ലോ. ഇന്ത്യയിൽ 5000-ലധികം കമ്പനികളുണ്ട്. അതിൽ നിന്ന് ഭാവിയിൽ വേഗത്തിൽ വളരാൻ സാധ്യതയുള്ള 5-10 കമ്പനികളെ കണ്ടെത്തണം. സ്റ്റീൽ കൽക്കരി തുടങ്ങിയ പഴയ വ്യവസായങ്ങളിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ നല്ല ടെക്നോളജി പോലുള്ള പുതിയ മേഖലകളിൽ നിക്ഷേപിക്കുന്നതാണ്. ഒരു കമ്പനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ എതിരാളികളെക്കുറിച്ചുകൂടി പഠിക്കണം. എതിരാളികളുടെ വാർഷിക റിപ്പോർട്ടുകൾ വായിക്കുക. അവർ ഈ കമ്പനിയെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് നോക്കുക. പാഠം 3. വസ്തുതകളിൽ ശ്രദ്ധിക്കുക, കഥകളിലല്ല. ഫോക്കസ് ഓൺ ഫാക്ട്സ്, നോട്ട് സ്റ്റോറീസ്. ഒരു കമ്പനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ കഥകൾ കേട്ട് വീഴരുത്. പല കമ്പനികളും വാർഷിക റിപ്പോർട്ടുകളിൽ നിറം പിടിപ്പിച്ച കഥകൾ പറയും. നിക്ഷേപകരെ ആകർഷിക്കാൻ അവർ ഗ്രാഫുകളും ചിത്രങ്ങളും ഉപയോഗിക്കും. എന്നാൽ നമ്മൾ നോക്കേണ്ടത് വസ്തുതകളാണ്. നല്ല കമ്പനികൾ പറയും, കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളുടെ ലാഭം 25% നിരക്കിൽ വളരുന്നു. ഈ മേഖലയിൽ ഞങ്ങൾ ഒന്നാമതാണ്. ഇത് വസ്തുതയാണ്. മോശം കമ്പനികൾ പറയും, ഈ വർഷം നഷ്ടം കുറവാണ്. ഇന്ത്യ വളരുന്ന രാജ്യമാണ്. 40 വർഷം മുമ്പ് GDP കുറവായിരുന്നു, ഇപ്പോൾ കൂടി. ഞങ്ങളൊരു ഇന്ത്യൻ കമ്പനിയാണ്. ഞങ്ങൾ പുതിയ പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം വെറും കഥകളാണ്. അവർ ഇതുവരെ എന്തു ചെയ്തു എന്ന് പറയുന്നില്ല. ഭാവിയിൽ എന്തു ചെയ്യും എന്ന് മാത്രമാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ തള്ളുകൾ കേട്ട് നിക്ഷേപിക്കരുത്. കമ്പനിയുടെ ലാഭവും പണമൊഴുക്കും
ക്യാഷ് ഫ്ലോ ആണ് പ്രധാനം. പാഠം 4. സ്കട്ടിൽബട്ട് രീതി, സ്കട്ടിൽബട്ട് മെത്തേഡ്. നല്ല ഓഹരികൾ കണ്ടെത്താൻ ഫിലിപ്പ് ഫിഷർ ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണിത്. കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചറിയുക. ഉപഭോക്താക്കൾ, ജീവനക്കാർ, എതിരാളികൾ എന്നിവരോട് സംസാരിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ സുഹൃത്ത് TCSൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് കമ്പനിയെക്കുറിച്ച് ചോദിക്കാം. അവർ ജീവനക്കാരെ എങ്ങനെ നോക്കുന്നു, ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാം. ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അതെത്രത്തോളം ഇഷ്ടമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റ് വിദഗ്ധരുടെ ഉപദേശം കേട്ടല്ല അദ്ദേഹം നിക്ഷേപിച്ചത്. നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ തന്നെ നല്ല നിക്ഷേപാവസരങ്ങൾ കണ്ടെത്താം. ആളുകൾ ആവർത്തിച്ചുപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് നോക്കുക. US സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാൻ വെസ്റ്റഡ് എന്ന ആപ്പ് ഉപയോഗിക്കാം. ഗൂഗിൾ, ആപ്പിൾ, ആമസോൺ തുടങ്ങിയ കമ്പനികളിൽ ഇന്ത്യയിലിരുന്ന് നിക്ഷേപിക്കാം. വെസ്റ്റഡ് ഉപയോഗിക്കുമ്പോൾ ബ്രോക്കറേജ് ഫീസ് ഇല്ല. പണം അയക്കുന്നതിനും വലിയ ചെലവില്ല. പാഠം 5. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ലാഭം കളയരുത്. നിങ്ങളൊരു മികച്ച കമ്പനി കണ്ടെത്തിയെന്ന് കരുതുക. അതിന്റെ ഓഹരി വില $35.50 ആണ്. നിങ്ങൾ $35 ഓർഡർ ഇട്ടു. 50 സെന്റ് കുറയാൻ വേണ്ടി കാത്തിരുന്നു. എന്നാൽ വില കുറഞ്ഞില്ല, മറിച്ച് കൂടിക്കൊണ്ടിരുന്നു. അവസാനം $500 മുകളിലെത്തി. 50 സെന്റ് ലാഭിക്കാൻ നോക്കി നിങ്ങൾക്ക് വലിയൊരു അവസരം നഷ്ടമായി. ഇതിൽ നിന്ന് പഠിക്കേണ്ടത് ഇതാണ്: വളരാൻ സാധ്യതയുള്ള ഒരു കമ്പനി കണ്ടെത്തിയാൽ ചെറിയ വിലവ്യത്യാസത്തിന്റെ പേരിൽ അത് വാങ്ങാതിരിക്കരുത്. അതുപോലെ ചെറിയ ലാഭം കിട്ടുമ്പോൾ അത് വിൽക്കാനും നിൽക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റ് ചെറിയ ലാഭം ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല, വലിയ സമ്പത്തുണ്ടാക്കാനുള്ള സ്ഥലമാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കെന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. വെസ്റ്റഡ് ആപ്പിന്റെ ലിങ്ക് താഴെയുണ്ട്. അടുത്ത വീഡിയോ ഏത് വിഷയത്തെക്കുറിച്ച് വേണമെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി, ഗുഡ് ബൈ.